നമുക്കിന്ന് ബട്ടർ ഗാർലിക് ബട്ടർ ഉണ്ടാക്കാം. നല്ല എളുപ്പം ഉണ്ടാക്കാം കേട്ടോ. അതിന് വീട്ടിൽ തന്നെ എന്തൊക്കെ പച്ചക്കറികളുണ്ടെന്ന് നോക്കാം. അയ്യോ, ക്ലീൻ ആക്കിയെടുത്ത 2 കിലോ മട്ടൺ ഞാൻ കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂണിന് ഞാൻ പറയുമ്പം ഇത് കണ്ടോ, ഇതുപോലെ മെഷറിംഗ് ടേബിൾ സ്പൂണിന് വടിച്ചാണ് എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ചേർക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി 1.5 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. സാമാന്യം വലിപ്പമുള്ള ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ്. ഇതിലേക്ക് ഓൾ സ്പൈസിൻ്റെ ഇല വീട്ടിലുണ്ടെങ്കിൽ അത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനത് തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇവിടെ മട്ടൺ ഒരു വിസിൽ കൊണ്ട് വേവിച്ച് കിട്ടും. മട്ടൻ്റെ വേവ് അനുസരിച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുക്കറിൽ സമയം കൊടുത്ത് വേവിച്ചെടുക്കുക. കണ്ട മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ മട്ടൺ ഞാൻ ഈ ചാറിൽ നിന്ന് മാറ്റിയിട്ട് ചാറ് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ട് വീട്ടിൽ ഇറച്ചിയിട്ടൊന്ന് ഇളക്കിയെടുക്കുവേ. ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. കരിയാതിരിക്കാനും ബട്ടറിന്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ചെറുതായി അരിഞ്ഞ് ചുവന്ന സവാള ചേർക്കാം. ചെറിയുള്ളി ആണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ. ഞാൻ 2 ചെറിയ സവാളയാണ് ചേർത്തിരിക്കുന്നത്. ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിരിക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് മുരിയാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർക്കാം. സവാള ഒരുവിധം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് വെളുത്തുള്ളി ചേർക്കാം. ബട്ടർ ഗാർലിക് മട്ടൺ ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി കൂടുതൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു കൂട്ടാൻ കുറച്ച് പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം. കുറച്ച് ചതച്ച വറ്റൽമുളക് ചേർക്കാം. ഇതിന് എരിവ് തീരെ കുറവാണ്. ഞാൻ ഇത് കണ്ടോ, ഇതിന് മീഡിയം പോട്ടെന്നുള്ളത് മേടിച്ച ചതച്ചെടുക്കുന്നത്. ഇതിന് വലിയ എരിവില്ല. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. മല്ലിയില ചേർക്കാം. വീണ്ടും മല്ലിയില ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5-6 മിനിറ്റ് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ ഒത്തിരി കൂട്ടുകാർക്ക് ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ട്രൈ ദിസ് ഫോർ ദിസ് ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്.